നമ്മൾ എന്ത് രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്തും കേരളത്തിനെ പറ്റിയിട്ട് പറയാം. കേരളം പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടേണ്ട ജീവിത നിലവാരവും സാമൂഹിക പുരോഗതിയൊക്കെ നേടിയിട്ടുള്ള സംസ്ഥാനമാണ് എന്ന വിലയിരുത്തലോട് കൂടിയിട്ടാണ് എല്ലാത്തരം കേരള മോഡൽസിനെയും അവതരിപ്പിക്കുക. ഇപ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിലെ റിസൾട്ടിനെയും അങ്ങനെ പ്രത്യേകമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെ പരിഗണിക്കണം എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഡയറക്റ്റായിട്ട് LDFും UDFും തമ്മിലാണ് മത്സരം നടന്നത്. എന്നിട്ട് UDFന് അതികൃത്യമായിട്ടുള്ള പ്രമാദിത്വത്തോടു കൂടിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിജയം ഉണ്ടാവുകയും ചെയ്തു. 2019 അപേക്ഷിച്ച് 2019 ഇതേപോലെ ഒരു വലിയ തരംഗം രാഹുൽ ഗാന്ധിനെ മുൻനിർത്തി ഉണ്ടായിരുന്നു എന്ന് അന്നായിരുന്നു അന്നത്തെ ന്യായീകരണം മറ്റുള്ളവർ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ജയിച്ചത്, ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്രാവശ്യം ആ രീതിയിലുള്ളൊരു തരംഗം നിലനിൽക്കുന്നില്ല. എന്ന് മാത്രമല്ല CPM ഒരു 6 മുതൽ 8 സീറ്റ് വരെയൊക്കെ കിട്ടും എന്ന ആത്മവിശ്വാസം പല ഘട്ടത്തിലും വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചതെന്ന് മാത്രമല്ല, ഈ ഭൂരിപക്ഷത്തിൽ വലിയ വർധനവ് 10ഓളം സീറ്റുകളിൽ കൃത്യം 1,00,000 കൂടുതൽ ഭൂരിപക്ഷം വന്ന സാഹചര്യം ഉണ്ടായി. വളരെ ആധികാരികമായിട്ടുള്ള വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു തരം ഹിന്ദുത്വ വിരുദ്ധ വികാരം മാത്രമാണോ, അതോ ഇവിടെ കൃത്യമായിട്ട് ഭരണകക്ഷിയായ CPMനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആ തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. പറ്റിയിട്ടുള്ള തെറ്റുകൾ പുനഃപരിശോധിക്കും, കറക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ കറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പുള്ള പത്രസമ്മേളനങ്ങളിലൊന്നും അത് അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ആ ഒരു പരാജയത്തിൽ നിന്നുണ്ടായ ഒരു തിരിച്ചറിവിൻ്റെ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ആ ഒരു സ്വരത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. പറ്റിയുള്ള തെറ്റുകൾ തിരുത്തുമെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ സംസാരിച്ച കുറച്ച് ആൾക്കാരെ കൂടി മാറ്റും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഈ ഒരു റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ വ്യതിരിക്തമായി നിൽക്കുന്ന ഒന്നാണോ? ഓക്കെ, അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഈ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ പറ്റിയ, ഏറ്റവും ഫലപ്രദമായി തോൽപ്പിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു ബദൽ സർക്കാർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുന്നണിയെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രാഥമികമായിട്ട് കേരളത്തിലെ ഒരു മതേതര വോട്ടർക്ക് നിർവഹിക്കാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ അവരുടെ മുന്നിലുള്ളത് ശരിക്കും ഇന്ത്യ മുന്നണിയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കേരളത്തിലെ പ്രാതിനിധ്യം വഹിക്കുന്നത് UDF ആണ് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മതേതര വോട്ടർ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് അതിൽ മുസ്ലിം ന്യൂനപക്ഷം ഉണ്ട് മുന്നിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവർ UDFനെ തിരഞ്ഞെടുത്തു. അത് വലിയ തോതിൽ ഈ UDFൻ്റെ ഈ വിജയത്തിൽ, ഈ പറഞ്ഞ വലിയ വിജയത്തിൽ ഒരു കാരണമായിട്ടുണ്ട്. 2019 ഈ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് കേരളത്തിൽ മത്സരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെ അത് വെച്ചിട്ട് വലിയൊരു വിഭാഗം ആൾക്കാർ വോട്ട് ചെയ്ത് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ 2019 എന്നുള്ള ഒരു വിജയം നേടിയത്. ഇപ്രാവശ്യം ലെഫ്റ്റ് അതിനെ ചോദ്യം ചെയ്തത് പാർലമെൻറ്റിൽ ഈ UDF MPമാരുടെ പെർഫോമൻസ് മോശമായിരുന്നു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പോരാടിയിട്ടില്ല, മോദിയെ ഫലപ്രദമായി ചെറുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ലെഫ്റ്റ് MPമാർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നൊരു വാദം അതായിരുന്നു, കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല, കോൺഗ്രസ് MPമാർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെയും പിന്നെ BJPയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാദം. അതായത് വോട്ടർമാരോട് എന്തുകൊണ്ട് UDFനെ തിരസ്കരിച്ചിട്ട് LDFനെ വരിക്കണം എന്നതിന് കാരണമായി പറഞ്ഞിരുന്നത് അതായിരുന്നു. രണ്ടും സംഘപരിവാർ വിരുദ്ധ പക്ഷത്ത് ആയിരിക്കെ സ്വാഭാവികമായും വോട്ടർക്ക് അങ്ങനെ ഏതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരിതുണ്ടാവും. അപ്പോൾ അതിൽ ലെഫ്റ്റിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിൻ്റെ ഒരു കാരണമായി പറഞ്ഞത് ഇതായിരുന്നു. ശരിക്കും പാർലമെൻറ്റിലെ പെർഫോമൻസും അതേപോലെ ഇതിൻ്റെ വിശ്വസനീയതയും ഈ ലെഫ്റ്റ് ഒരിക്കലും മറുവശത്തേക്ക് പോവില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അത് കേരളത്തിലെ ജനത ഈ പറഞ്ഞ കണക്കിലെടുത്തിട്ടില്ല. അവർ പിന്നെ ഈ UDFനെ തന്നെ ഭരിച്ചു. അതൊന്നുണ്ട്. സ്വാഭാവികമായും അതങ്ങനെയാണ് ഉണ്ടാവുക. കാരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഈ മതേതര ചേരിയുടെ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെയും മതേതര ചേരിയുടെയും നേതൃത്വത്തിലിരിക്കുന്ന ഒരു കോൺഗ്രസിനെ, ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFനെ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവർ പ്രാഥമികമായി ചെയ്തൊരു കാര്യം. കാരണം പെർഫോമൻസ് രണ്ടാമത് വരുന്നൊരു കാര്യമാണ്. അവിടെ നമ്പർ വർദ്ധിപ്പിക്കുക
കഴിയുമെങ്കിൽ ഏറ്റവും വലിയ പാർട്ടിയാക്കുക, BJP-യേക്കാൾ കൂടുതൽ MP-മാരുള്ള പാർട്ടിയാക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം അവർ കൈവരിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് അതേ സമയത്ത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള അതൃപ്തിയും അതിൽ മറ്റൊരു ഘടകമാണ് പ്രധാനമായിട്ടും. ഇപ്പം കരുവന്നൂർ ബാങ്ക് ഇതാണെങ്കിലും പോലീസ് വകുപ്പിൻ്റെ നടപടിയായാലും ഇങ്ങനെ നാനാതരത്തിൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഉള്ള അതൃപ്തി അതിൽ വന്നിട്ടുണ്ട്, ഒരു ഫാക്ടറായി തീർച്ചയായും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് LDF മുൻകൂട്ടി കണ്ടു, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മുൻകൂട്ടി കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാവുമോ എന്ന് ചോദിച്ചപ്പം വളരെ രോഷത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം എന്താണെന്ന് അറിയില്ലേ, ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ അതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാര്യങ്ങളല്ലേ ചെയ്യുക എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു മുഖ്യമന്ത്രി അത് തയ്യാറാണ്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് ചോയ്സ് എന്നുള്ള നിലയ്ക്ക് UDF-നെ അവർ തിരഞ്ഞെടുത്തു. സംഘപരിവാർ വിരുദ്ധപക്ഷത്തുള്ള രണ്ട് മുന്നണികളിൽ ഫസ്റ്റ് ചോയ്സ് UDF-നായിരിക്കണം എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിലെ കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തു. സാധാരണഗതിയിൽ ഈ പ്രത്യേകിച്ച് ന്യൂനപക്ഷം അതിൻ്റെ ഈ സംഘപരിവാറിൻ്റെ ആക്രമണത്തിന് വിധേയമാവുന്ന അതിൻ്റെ അനുഭവമുള്ള അതിൽ ആശങ്കകളുള്ള ഇന്ത്യ വീണ്ടും മോദി തിരിച്ചു വരികയും 350 സീറ്റോടു കൂടിയൊക്കെ വന്നാൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ ജാഗ്രതയുള്ള ഈ ജനത, മതനിരപേക്ഷ ജനത, ന്യൂനപക്ഷം തിരഞ്ഞെടുത്തു. രണ്ടാമത്തത് അതിനോടൊപ്പം വന്നൊരു കാര്യം തന്നെയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള അതൃപ്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ വിചാരിക്കുന്നത്? ഈ രണ്ട് ഘടകങ്ങളാണോ ഇതിൽ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരൊറ്റ വികാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് ഈ ഗവൺമെന്റിനോടുള്ള വികാരം. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സംശയമില്ല. ഇത്രയും വലിയ ഭൂരിപക്ഷം കോൺഗ്രസിന് കൊടുത്തത് കോൺഗ്രസിനോടുള്ള ഏതെങ്കിലും പ്രത്യേക രീതി, കോൺഗ്രസിൽ തമ്മിലടിയായിരുന്നു, ബൂത്തിലിരിക്കാൻ വരെ ആളുണ്ടായിരുന്നില്ല. ആരാണ് നേതാവ് എന്നുള്ളതിൽ സതീശനും സുധാകരനും തമ്മിൽ മത്സരമായിരുന്നു. ഇപ്പം ഇന്ത്യ മുന്നണി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് ഒരു ചെറിയ സൂചന പോലും ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിലാണ്, രണ്ടാമത്തെ ഘട്ടത്തിലാണല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി ഇത്ര സീറ്റ് കിട്ടുമെന്നോ ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്താണ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ്റെ തീരുമാനത്തിൽ, ജനങ്ങളെടുത്ത തീരുമാനത്തിൽ 100% കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം തന്നെയാണ്. ആ വികാരം മറികടക്കാൻ വേണ്ടിയിട്ട് CPM എടുത്ത പല പദ്ധതികളുണ്ടായിരുന്നു. ഒന്ന്, മറ്റേ ഇവർ പറയുന്ന ഇമേജുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത്, രാധാകൃഷ്ണനെ പോലെ, ശൈലജ ടീച്ചർ, അതാണ് ഒരു രീതി. രണ്ടാമത്, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സമസ്തയിലുള്ള വിഭാഗവുമായിട്ടുള്ള ചർച്ച നടന്നത്. CAA ആണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇത് ചർച്ചയിൽ കൊണ്ടുവന്നത്. പലസ്തീൻ ഉണ്ടാവുന്നു, ഐക്യദാർഢ്യം ഉണ്ടാവുന്നു, ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെ ഈ വിരുദ്ധ വികാരത്തെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ 20-20 ജയിക്കുമെന്ന് ഒരു ആരെങ്കിലും പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. നമ്മൾ ജയിക്കും 8-9 അവർ പ്രതീക്ഷിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ജനങ്ങൾ നമ്മൾക്കെതിരെ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ചെറിയ പൊടിക്കൈകളായിരുന്നു അവർ ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ കൃത്യമായിട്ട് കേരള ജനതയുടെ വോട്ട് എന്നുള്ളത് പിണറായി വിജയനെതിരെ വോട്ടാണ്, അത് പോലീസ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായിരുന്ന വോട്ടാണ്. കാരണം CAA വിഷയത്തിൽ ഞങ്ങൾ CAA നടപ്പിലാക്കില്ല എന്നാണ് എല്ലാ കാലത്തും പിണറായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് വളരെ എളുപ്പം പറയാം, കാരണം ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് വരില്ല എന്നതാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPM-ന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് UAPA-യുടെ ഡ്രാക്കോണിയൻ ലോയാണ് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന്. പക്ഷേ അധികാരത്തിലുണ്ടായിരുന്ന കേരളത്തിലാണ് ഇവരുടെ അധികാരമുള്ളിടത്താണല്ലോ ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളത്. മറ്റേത് ഇപ്പോൾ എങ്ങനെയും പറയാം. പക്ഷെ കേരളത്തിൽ UAPA നടപ്പിലാക്കി. അപ്പോൾ അതായത് പിന്നെ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുക എന്നത് ഞങ്ങളുടെ പ്രോഗ്രാമല്ല. കേരളത്തിൽ വെടിവെച്ച് കൊന്നു, ആരുടെ പ്രോഗ്രാമാണ്?
അപ്പോൾ തീർച്ചയായും CAA പ്രശ്നത്തിൽ CPM എടുത്ത നിലപാട് വിശ്വസനീയമല്ല എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടായി. അതിനോട് ചേർന്നതാണ് ഈ ഒരുപാട് ഇഷ്യൂസ്. ഇപ്പം ഈരാറ്റുപേട്ടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, അവരുടെ മതം പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ അപ്പോൾ ഇതിപ്പോൾ റിയാസ് മൗലവി കേസിൽ പ്രോസിക്യൂഷൻ എന്തെങ്കിലും കാര്യമായ പാളിച്ച പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതൊരു മെസ്സേജായിരുന്നു. RSSകാർ പ്രതികളായിട്ടുള്ള കേസുകളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളത്. കാരണം അവിടെ ചരിത്രമുണ്ട്. അവിടെ കാസർഗോഡുള്ള ഒരുപാട് കേസുകൾ ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട്. അതേസമയം തന്നെ SDPക്കാരുടെ ഉള്ള കേസുകളിൽ വധശിക്ഷ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർസെപ്ഷനാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് അതിൽ എന്തെങ്കിലും CPM ഇടപെട്ടുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ടിട്ട് ആ വിധി മാറ്റിയൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു പെർസെപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും എന്താണ് മോദി ആഭ്യന്തര വകുപ്പിൽ അവിടെ നടപ്പിലാക്കി കൊടുക്കുക, അതിൻ്റെ ഒരു മിനിയേച്ചറാണ് കേരളം എന്നുള്ള നറേറ്റീവ് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സിന് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു സാധനം ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കൃത്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഓരോ മണ്ഡലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ വോട്ടിൻ്റെ ഈ തളിപ്പറമ്പിലൊക്കെ ഉള്ള വോട്ട്, ഇപ്പോൾ കല്യാശ്ശേരി പോലുള്ള മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങൾ CPMൻ്റെ തന്നെ കോട്ടകളിൽ ഇത്രയധികം വോട്ട് വർദ്ധിക്കുന്നത് 2001 കോൺഗ്രസിന് അനുകൂലമായ ഒരു ഘടകവും നിലവിലില്ല. കേരളത്തിലെ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു ഘടകവും നിലനിൽക്കാതെ ഇത്രയധികം വോട്ട് കിട്ടി ജയിക്കണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. അത് ഈ കേരള ഗവൺമെൻറ്റിനെതിരെ വികാരം എന്നല്ല പറയേണ്ടത്. കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണല്ലോ. അപ്പോൾ പിണറായി വിരുദ്ധ വികാരം അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക് UDF നയിച്ചത്. അല്ലാതെ UDFൻ്റെ ഒരു മെച്ചവുമല്ല, ഇതൊരു നെഗറ്റീവ് വോട്ടാണ്. അപ്പോൾ ഇതിൽ അവർ കണ്ടിരുന്നത് 2% ജയിച്ചാലും എന്തായാലും ഇന്ത്യ മുന്നണിയാണല്ലോ. അപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ എന്തായാലും CPM ആയാലും കോൺഗ്രസ് ആയാലും ഇന്ത്യ മുന്നണി തന്നെയാണ്. പക്ഷെ അവർക്ക് പാഠം പഠിപ്പിക്കേണ്ടിയിരുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട്, അതുകൊണ്ടാണ് ഈ സമസ്തയുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ അവിടെ പോലും വോട്ട് കൂടിയില്ലല്ലോ. പൊന്നാനിയിൽ പോലും വോട്ട് കിട്ടിയില്ല, മലപ്പുറത്ത് കിട്ടിയില്ല, കോഴിക്കോട് കിട്ടിയില്ല, വടകര കിട്ടിയില്ല, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടേ കിട്ടിയില്ല. അത് ഇത്രയും അധികം CAA പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും അത് കിട്ടാതെ പോകുന്നത് ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് വേറെ വിഷയങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇതേതാണ്ട് എവിഡൻ്റാണ്. ഇത് തിരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തിരുത്തണമെങ്കിൽ തെറ്റെന്താണെന്ന് മനസ്സിലാവണമല്ലോ. അല്ല, അപ്പോൾ അത് എന്ത് തിരുത്തുമെന്ന് എനിക്കറിയില്ല. പണ്ട് കരുണാകരൻ്റെ കാലത്ത് ഈ ശൈലി മാറ്റം സംഭവം കേട്ടിട്ടുണ്ടാവും അല്ലേ? ശൈലി മാറണം. അന്ന് തിരുത്തൽവാദികളുണ്ടായിരുന്നു, ഷാനവാസ് ഉണ്ടായിരുന്നു, കാർത്തികേയൻ ഉണ്ടായിരുന്നു, ചെന്നിത്തലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേപോലെയുള്ള തിരുത്തൽവാദികൾ CPM ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെ തിരുത്തണം എന്ന് പറയുന്നത് ഇതാണ് തെറ്റുപറ്റിയത്, ഇത് തിരുത്തണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അപ്പം ഇത് തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം തിരുത്തണമെങ്കിൽ എന്താണ് തെറ്റ് പറ്റിയത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ബോധമെങ്കിലും ഉണ്ടാകണം. അങ്ങനെയുള്ളവർ ആ പാർട്ടിയിൽ ഇപ്പോഴും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പോവും. ഇത് ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ വരുത്തി അപ്പോൾ അടുത്ത എന്ത് സംഭവിക്കും നമുക്കറിയാം. കാരണം ഇതൊക്കെ കൊണ്ട് കോൺഗ്രസ് ഇതേ കൊണ്ട് നേരെ അങ്ങ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ഷനിൽ നടന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ അധികം ചർച്ച ചെയ്യേണ്ടതുണ്ട് എനിക്ക് തോന്നില്ല. ഇപ്പം പ്രശാന്ത് പറഞ്ഞ സംഗതിയോട് ഞാൻ ഒരിക്കലും കേരളത്തിലെ ഈ ഇലക്ഷനിലെ ഈ പിന്നെ UDF കിട്ടിയിരിക്കുന്ന വിജയം അതൊരിക്കലും ഒരു കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിജയമാണെന്നോ അല്ലെങ്കിൽ വിധിയാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാള മനോരമ എന്ന് എഡിറ്റോറിയൽ എഴുതിയ പോലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മനോരമ. അതായത് ഈ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ പിണറായി വിജയനും ഇവിടുത്തെ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള ഒരു വിധിയാണെന്നുള്ളത്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ ഒന്ന് CPMന് പറ്റിയ അല്ലെങ്കിൽ CPM എത്തിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ LDF എത്തിപ്പെട്ടിരിക്കുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു വലിയൊരു പ്രതിസന്ധിയുണ്ട്. കേരളത്തിൽ എന്നിട്ട് എന്താ പറയാൻ പറ്റുക? BJPക്കെതിരെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ BJPക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്കെയർ CPM ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് CAA അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് നല്ല ക്യാമ്പയിനാണ് നടത്തിയിട്ടുള്ളത് കേരളത്തിൽ വളരെ ഇതായിട്ട്. അത് ഉദ്ദേശിച്ചത് മുസ്ലിം വോട്ടുകൾ കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു. ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു സ്ഥായി ഭാവം കൈക്കൊള്ളുമ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ
അത് ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കാൻ കേന്ദ്രത്തിലൊരു സുസ്ഥിരമായ ഭരണം വേണമെന്നും അത് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഇന്ത്യ മുന്നണിയാണെന്നും മനസ്സിലാക്കുകയും അതാണ് നമ്മൾ ഈ പറഞ്ഞ 10 സീറ്റുകളിൽ എല്ലാം മലബാറിലുള്ളതാണ് 8 മുസ്ലിം വോട്ടുകളാണ് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. അപ്പോൾ അത് മറ്റൊന്നും നോക്കാതെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു വിധിയായിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ശരിക്കും പിണറായി വിജയൻ എന്താ സംഭവിക്കുന്നത്, ഇപ്പം കേരളത്തിൽ പിന്നെ ഈ മത്സരത്തിൽ ഇപ്പം പിന്നെ UDF അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ ജയിച്ചുകൊണ്ട് പിണറായി വിജയൻ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതേ അവസരത്തിൽ ഇവിടെ നടക്കുന്ന ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ വിധി വന്നതെങ്കിൽ തിരിച്ചങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. എന്നാൽ കേരളത്തിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി വോട്ടില്ല എന്ന് പറയാനും പറ്റില്ല. പക്ഷേ ഒന്നിച്ച് ഇത്രയും വലിയൊരു മാസീവായിട്ടുള്ള ഒരു വേവ് ഉണ്ടാവുന്നതിന് കാരണം ആരും പിന്നെ കേന്ദ്രത്തിലേക്ക് നോക്കുമ്പം ഇന്ത്യ മുന്നണി അല്ലാതെ എന്തിലാണ് വോട്ട് ചെയ്യുക? ഇന്ത്യ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് CPM എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ കുടുങ്ങിപ്പോയിട്ടുള്ളത് CPI ആണ്. കാരണം അതിൻ്റെ ഏകോപന സമിതിയിൽ വരെ അംഗമാണ് ആനി രാജ. അപ്പോൾ ആനി രാജ പിന്നെ കൽപ്പറ്റയിൽ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണി തമ്മിലുള്ള മത്സരമാണ്. ഇനി നമുക്കത് ഒന്നും കൂടി പ്രകടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മിക്കവാറും വയനാട്ടിലെ തൻ്റെ ഒരു ഇത് ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കുമ്പോൾ മത്സരിക്കുക എന്താണ് ഇന്ത്യയിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യ മുന്നണിക്കകത്തുള്ള ആദ്യത്തെ മത്സരം രൂപപ്പെടുന്നത് കൽപ്പറ്റയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ പിന്നെ നമുക്കിങ്ങനെയുള്ള ചർച്ചകളിൽ നമുക്കിരുന്ന് സംസാരിക്കാമെന്നല്ലാതെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുമ്പം ഒരിക്കലും CPM-ഉം കോൺഗ്രസും കൂടി പങ്കിടേണ്ട വേദികളാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ശക്തമാവുകയുള്ളൂ. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയും അതിനിടയിൽ ചോര നക്കി കുടിക്കാൻ വേണ്ടി BJPക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി വരുന്ന എല്ലാ ഇലക്ഷനുകളിലും ഈ ത്രികോണ സ്വഭാവം നിലനിൽക്കുകയാണെങ്കിൽ BJPക്ക് കൃത്യമായിട്ടും ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഈ സംഘപരിവാർ വിരുദ്ധതയാണ് CPM ചെയ്തതെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇവര് രാഹുൽ ഗാന്ധിയാണ് അറ്റാക്ക് ചെയ്യുന്നത്, കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. BJPക്കെതിരായ ഒരു ഭീതിയൊന്നും ഇവിടെ കോൺഗ്രസ് കൊണ്ടുവന്നതല്ലോ. അത് വളരെ ദുർബലമായ വിഷയമായിരുന്നു. ഈ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം കോൺഗ്രസിനെയാണ് എതിർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ പ്രശ്നമായിട്ട് എന്താണ് ഇലക്ഷന്റെ പ്രശ്നമായിട്ട് CPM മുന്നോട്ട് വെച്ചത്? കോൺഗ്രസിനെ അല്ല, CAA കുറിച്ച് പിണറായി വിജയന്റെ എല്ലാ പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. CAA തുടങ്ങിയിട്ട് നേരെ എത്തുന്നത് കോൺഗ്രസിലേക്കാണ്. അത് ഇൻഡയറക്ട്ലി അത് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് വിശ്വാസ്യതയിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയിലേക്ക് മാറി. അല്ല, അതിനൊരു കാരണം കൂടെ എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധിനെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തതെന്നുള്ളത് പൂർണ്ണമായും ശരിയാണ്. കേരളത്തിൽ CPM കേരള ഘടകം ചെയ്തത് അത് നേരത്തെ സജീവ് പറഞ്ഞ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു. അതായത് ഈ പറഞ്ഞ 2 മുന്നണിയിൽ സ്വാഭാവികമായും ജനങ്ങൾ കുറച്ചും കൂടി വിശ്വസനീയമായ, കാരണം ഒരു അഖിലേന്ത്യാ പിന്നെ സ്വാധീനമുള്ള കോൺഗ്രസിനായിരിക്കുമല്ലോ സാധാരണ ഒരാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. അതിനെ മറികടക്കാൻ കേരളത്തിൽ എന്ത് വഴി അത് ഞാൻ പറഞ്ഞുതരാം. അത് തെറ്റായിരുന്നു. പക്ഷേ അതിന് ഒന്ന് മാത്രം നോക്കിയാൽ മതി. മാർച്ച് 17 ഇലക്ഷൻ ഡിക്ലറേഷൻ നടത്തിയ അന്ന് മുതൽക്ക് ജൂൺ 1 ഇലക്ഷൻ അവസാനിച്ച് അന്ന് വരെയുള്ള ദേശാഭിമാനി എടുത്തു നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ദേശാഭിമാനി കൃത്യമായിട്ട് അത് ചെയ്തതായിട്ട് കാണാം. ഉദാഹരണം, ഏപ്രിൽ 26 കേരളത്തിൽ ഇലക്ഷൻ നടന്നത്. ഏപ്രിൽ 22 ദേശാഭിമാനിൻ്റെ ഫ്രണ്ട് പേജിൽ വാർത്ത ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കുറച്ച് വലിയൊരു വാർത്ത, കോൺഗ്രസ് 50 കടക്കില്ല എന്ന് പറഞ്ഞിട്ട്, കോൺഗ്രസ് 50 സീറ്റ് പിന്നെ കടക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാപരമാണത്. കാരണം കോൺഗ്രസ് 320 സീറ്റ് മത്സരിക്കുന്ന കോൺഗ്രസ് 50 കടക്കില്ലെങ്കിൽ ഒരിക്കലും പിന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ലല്ലോ. CPM ഉൾപ്പെട്ട ഇന്ത്യ മുന്നണി, മോദിയല്ലേ വീണ്ടും ഭരിക്കുക. അപ്പോൾ തീരെ യുക്തിരഹിതമായൊരു കാര്യമായിരുന്നു. പക്ഷേ അത് അങ്ങനെ ചെയ്താൽ കേരളത്തിലെ വോട്ടർ പിന്നെ കോൺഗ്രസ്സിന് ചെയ്യാതെ CPM ചെയ്യും എന്നായിരുന്നു CPM-ൻ്റെ ഒരു ധാരണ. ഇതേ സംഗതി മോദി പറഞ്ഞിട്ടുണ്ട് മെയ് മാസത്തിൽ ഉത്തരേന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. ഞാൻ പത്രത്തിൽ വായിച്ചു, കോൺഗ്രസ് 50 കടക്കില്ല എന്ന് മോദി ജനങ്ങളോട് പറയുക തെരഞ്ഞെടുപ്പ് യോഗത്തിൽ. ഇത് ഏപ്രിൽ 22 ദേശാഭിമാനി ഈ വാർത്തയായിട്ട് കൊടുത്ത സാധനമാണ് മോദി. അതുകൊണ്ടല്ല ഇവർ എങ്ങനെ ഇതാവുന്നു എന്നുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ ഈ പ്രതിസന്ധി മറികടക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ അതൊരു തെറ്റായിരുന്നു. അത് ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ആ പ്രതിസന്ധി ഉണ്ട് കേരളത്തിൽ. CPM എന്ത് ചെയ്യും? അതിനൊരു സൊല്യൂഷൻ പറയും. എന്താണ് കേരളത്തിൽ CPM ചെയ്യേണ്ടത്? ഇപ്പോൾ CPM എന്തായാലും ഒരു പ്രസ്ഥാനമായിട്ട് നിൽക്കുന്നുണ്ട്, LDF-ന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, ഭരിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ CPM പറയുകയാണെന്ത്, ഞങ്ങളിപ്പം മത്സരിക്കുന്നില്ല. ശരിയാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് 20 സീറ്റുകളിലും ഇന്ത്യ മുന്നണി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം CPM-ൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ. അത് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതൊരു റൊമാൻറ്റിക്കായ ഒരു കോൺസെപ്റ്റാണ്.
ഇവിടെ കേരളത്തിലെങ്കിലും ഈ മത്സരം നിലനിൽക്കുന്നുണ്ട്. ഈ മത്സരം നിലനിൽക്കുമ്പം പിന്നെ ഒരു ഭാഗത്ത് പിന്നെ ഈ സംഘപരിവാറിനെ എതിർക്കണം, മോഡി എന്നുള്ള വലിയൊരു സ്കെയർ ഉണ്ടാക്കുന്നു. എന്നാൽ അതിങ്ങോട്ട് വോട്ട് വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ അതിന്റെ ഗുണം ചെയ്യും, ഇന്ത്യ മുന്നണിന്റെ പുറത്തു നിന്നാലും ഗുണം ചെയ്യും. അപ്പൊ അതല്ല, സംഘപരിവാറിനെയാണ് എതിർക്കേണ്ടത്, കോൺഗ്രസിനെയാണ് എതിർക്കേണ്ടത്. അതാണ് ഞാൻ ചോദിക്കുക, എന്താ ചെയ്യാ? പിന്നെ CPM-ന്റെ മുന്നിലുള്ള ഒരു പരിഹാരം എന്താണ്? അല്ല, അതിൽ ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് വിരുദ്ധ ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമുണ്ട്, അത് പറയാം. അതിന് മുമ്പ് ഇതിൽ ഇപ്പോൾ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും നിങ്ങളൊരു സമൂഹത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകുന്നതും തമ്മിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ആ തെരഞ്ഞെടുപ്പ് കാലത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ട ചില സ്റ്റാൻഡുകൾ, ചില മുന്നണി ബന്ധങ്ങൾ, ചില തരത്തിലുള്ളതൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ കമൽറാം പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്താ, CPM-ന് മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റും, കോൺഗ്രസിന് മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റും. കേരളത്തിൽ കോൺഗ്രസ് CPM-ആണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. അവർ തമ്മിലാണ് മത്സരം. ഇന്ത്യ മുന്നണിയിലെ ഇത് പലയിടത്തും നടന്നിട്ട്, ബംഗാളിൽ നടന്നിട്ടില്ലേ, ഇന്ത്യ മുന്നണിയിലെ കക്ഷി ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നതാണ്. ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കുന്ന ആളുകളുമാണ് ജനങ്ങൾ. അതുകൊണ്ടാണ് ബംഗാളിൽ CPM-ന്റെ വോട്ട് പ്രാവശ്യം 5.something% ഉള്ളൂ, മറ്റൊരു 29% കിട്ടി. ആരും അവർ തെറ്റ് വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. ജയിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് തന്നെയാണ് കൃത്യമായിട്ട് വോട്ട് ചെയ്തേക്കുന്നത്. BJP-ക്ക് എതിരായിട്ട് ചെയ്യേണ്ട വോട്ടുകളൊക്കെ ആൾക്കാർ കൃത്യമായിട്ട് പോയി BJP-ക്ക് എതിരെ ചെയ്യുന്നുണ്ട് പലയിടത്തും. കേരളത്തിൽ ഇത് സാധ്യമല്ല. പക്ഷെ അതേസമയം നിങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ്റെ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര ഇവിടുന്നാണല്ലോ തുടങ്ങിയത്. ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ നടത്തിയ ഒരു യാത്രയൊന്നുമല്ല. അത് BJP-ക്കെതിരായിട്ടും ദേശീയ തലത്തിൽ BJP-ക്കെതിരായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാക്കുന്നതിനും കോൺഗ്രസിനെ സംഘടനാപരമായിട്ട് റീജുവിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടി നടത്തിയ ഒരു യാത്രയാണ്. അതിന് ആ പാർട്ടിക്ക് അധികാരം ഉണ്ടല്ലോ. ആ പാർട്ടിയുടെ നേതാവ് അവരാണല്ലോ, രാഹുൽ ഗാന്ധിയാണല്ലോ. ചരിത്രപരമായിട്ട് അതൊക്കെ വന്ന വഴികളെക്കുറിച്ചൊക്കെ നമുക്ക് വിമർശനമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇവിടെ നിന്ന് ആ യാത്ര ഇവിടെ തുടങ്ങി കേരളത്തിൽ നിന്ന് പോകുന്നത് വരെ ഉണ്ടംപൊരി യാത്ര, മറ്റേത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പൊളിറ്റിക്കൽ അജണ്ടകളെയും പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഇവിടെ നടത്തിയത്. അവരുടെ ബുദ്ധിജീവി വൃത്തങ്ങളിലുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ ഈ ഇത്തരം സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത്, എന്ന് അതിനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട്. സത്യത്തിൽ അതാണ് CPM ഇവിടെ ചെയ്ത പ്രശ്നം. അത് പ്രതിസന്ധിയല്ല, പാപ്പരത്ത, രാഷ്ട്രീയ പാപ്പരത്വത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അത് പ്രതിസന്ധി ഉണ്ടാവുന്ന ആ പ്രതിസന്ധി എങ്ങനെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുന്നു. അല്ലല്ല, ആ പ്രതിസന്ധിയും പാപ്പരത്വവും ആ പ്രതിസന്ധി ഉണ്ടാവുന്നത് എങ്ങനെയാ? നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾ കൈയൊഴിയുന്നത് കൊണ്ട് നിങ്ങളുണ്ടാക്കിയ പ്രതിസന്ധിയാണ്. ഇത് നിയമത്തിൽ നമ്മൾ പറയും, അച്ഛനും അമ്മയും വെടിവെച്ച് വന്നതിന് ശേഷം അനാഥനാണ്, എന്നെ വെറുതെ വിടണമെന്ന് കോടതിയിൽ നിങ്ങൾക്ക് വാദിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അങ്ങനെയല്ല, പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അച്ഛനും അമ്മയും മരിച്ചു എന്നെ വെറുതെ വിടണം, ഇയാളെ വെടിവെച്ച് വന്നത് രണ്ടാളെയും. ഇതുപോലെയാണ് CPM ഇവിടെ ഇത് പറയുന്നത്. CPM അതിൻ്റെ രാഷ്ട്രീയം മുഴുവൻ കൈയൊഴിയുകയും അതിനുശേഷം എല്ലാ വിധത്തിലുമുള്ള തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെയും വിൽക്കുകയും ചെയ്തതിനു ശേഷം അതിന് പറ്റിയൊരു നേതാവിനെ കണ്ടെത്തി. അതാണ് പിണറായി വിജയൻ. എങ്ങനെയാണ് മോദി സാധ്യമായത്? ഒരു കാര്യം, എങ്ങനെയാണ് മോദി സാധ്യമായത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മോദി RSS-ന്റെയും സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും പാകമായൊരു സമയത്ത് അവർക്ക് വേണ്ട തരത്തിലുള്ളൊരു മനുഷ്യനെയാണ് കണ്ടെത്തിയതെന്ന്. അങ്ങനെയാണ്, അതാണ് അയാളുടെ പൊളിറ്റിക്കൽ ജീനാണ് എന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ തിരുത്തി പറഞ്ഞത്. ഇതുപോലെയാണ് പിണറായി വിജയനും വന്നേ. എങ്ങനെയാണ് എല്ലാ വിധത്തിലും വർഗരാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ രാഷ്ട്രീയം, വിശാലാർത്ഥത്തിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയവും കൈയൊഴിയുകയും ഇന്ത്യയിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ള ജനാധിപത്യ രാഷ്ട്രീയം എല്ലാ തരത്തിലും ആവശ്യമുള്ള ഒരു സമയത്ത് ജനാധിപത്യത്തെ ഇത്രത്തോളം പുച്ഛത്തോടെ കാണുകയും ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അതിനെ പരമാവധി സാധ്യമാക്കുന്ന രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ അത്രത്തോളം പ്രയോഗിക്കുമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയായും ഒരാളുമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത് പിണറായി വിജയനെയാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം വർക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇവിടെ കുറേ കാലമായിട്ട് നടക്കുന്നു. ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവരെന്താ പറയണത്? CAA-ക്കെതിരെ സംസാരിക്കാൻ എളമരം കരീം വേണം, മറ്റ് സംസാരിക്കാൻ ഇന്നാൾ വേണം, പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദമുണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ. അതിന് നിങ്ങളുടെ രാഷ്ട്രീയം അവിടെ പറയാൻ ആളുണ്ടാവണം എന്നാണ് തോന്നേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ ആളുണ്ടാവണം എന്നാണ് തോന്നേണ്ടത്.
അങ്ങനെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ദേശീയ തലത്തിൽ പറയാൻ ആളുണ്ടാവണ്ട എന്ന് ജനത്തിന് നിരന്തരം തോന്നിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. പകരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നായന്മാർക്ക് ഒരു സ്ഥാനാർത്ഥി, ലത്തീൻ കത്തോലിക്കിന് വേറൊരു സ്ഥാനാർത്ഥി എന്നൊക്കെ വെച്ച് ഇനിയും ജയിക്കുമായിരിക്കും ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ. ഇവിടെ പറഞ്ഞത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം ഉണ്ടായിരുന്നില്ല എന്ന് പ്രശാന്ത് പറഞ്ഞില്ലേ. കോൺഗ്രസിന് അനുകൂലമായിട്ട് കേരളത്തിലുണ്ടായിരുന്ന ഏറ്റവും സുപ്രധാന ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അങ്ങനെ ഉള്ളിടത്തോളം കാലം ആണ് കോൺഗ്രസിന് ഇനി ഒരു പ്രതീക്ഷ. അല്ലാണ്ട് ഇപ്പൊ സുധാകരനിലൊക്കെ എന്തെങ്കിലും പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയനിലാണ് പ്രതീക്ഷ. CPM എന്ന് നമ്മൾ പറയുമ്പോൾ കേരള CPM ഉണ്ട്, ദേശീയ CPM ഉണ്ട്. അത് മനസ്സിലാക്കിയേ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്, ഇപ്പോൾ ഒരു റിയാലിറ്റിയാണത്. കാരണം ചിലപ്പോൾ യെച്ചൂരി കോൺഗ്രസിനോടൊപ്പം മത്സരിക്കണം. നമുക്കറിയാം 4 സീറ്റ് കിട്ടിയതിനകത്ത് 3 കോൺഗ്രസ് CPM മുന്നണിക്ക് കിട്ടിയതാണ്. അതായത് സ്റ്റാലിൻ കൊടുത്ത 2 സീറ്റുകൾ, തമിഴ്നാട്ടിൽ കിട്ടിയ സീറ്റുകൾ, 1 രാജസ്ഥാനിൽ കിട്ടിയതും കോൺഗ്രസ് CPM ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതിൽ നമ്മൾ കണ്ടത് ഇപ്പം നേരത്തെ ഇപ്പം പുഴങ്കര പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയിട്ട് പിണറായിക്ക് സംസാരിക്കാൻ പറ്റില്ല ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട്. കാരണം അവിടെയൊക്കെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഒക്കെ ഇവിടെ വോട്ട് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ദിവസത്തിൽ സ്റ്റാലിൻ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്തു. സ്റ്റാലിനെ വടകര വിളിക്കുന്നുണ്ട് ശൈലജ ടീച്ചർക്ക് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാലിൻ പറഞ്ഞു ഞാൻ വരികയില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നുള്ള മാത്രമല്ല, എനിക്ക് കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ പറ്റുകയില്ല. അത് ഈ 2 പൊളിറ്റിക്സും കടന്നിട്ട് ഇങ്ങനെ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് CPIM-ന് ഒരിക്കലും കോൺഗ്രസ് എന്നുള്ളത് തന്നെ ഒരു വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഇപ്പം ഒരു പോസ്റ്റ് ഇലക്ഷൻ സെനറിയോയിൽ CPM-ന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യ മുന്നണിക്കകത്ത് വളരെ സജീവമാകാൻ പറ്റും. പക്ഷേ ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ ഒരു പ്രതിസന്ധി CPM-ന് ഉണ്ട്. അത് നമ്മൾ അത് പിണറായിലേക്ക് ഒതുക്കരുത് എന്നാണ് എൻ്റെ ഒരു കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ ഈ ഓർമ്മകളൊക്കെ നിലനിൽക്കൂലേ മനുഷ്യന്മാരുടെ. ബംഗാളിൽ പോയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ സംസാരിച്ചു. കോൺഗ്രസുമായിട്ടുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കണമെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും, എന്തുകൊണ്ട് നമ്മൾ കോൺഗ്രസുമായിട്ട് ചേരുന്നു എന്നുള്ളതിന്റെ കാരണം ഫാഷിസ്റ്റ് വിരുദ്ധതയാണെന്നും, ഒപ്പം മമതയെ തോൽപ്പിക്കണമെന്നും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സംസാരിച്ചു. ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല. ആൾക്കാർ വോട്ട് ചെയ്യൂല. യെച്ചൂരി കേരളത്തിൽ വന്നിട്ട് CPM വോട്ട് ചെയ്യണം, കോൺഗ്രസിനെ തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിച്ചു. അതും ആൾക്കാർക്ക് മനസ്സിലായില്ല. ആൾക്കാർക്ക് വോട്ട് ചെയ്തു. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അത് CPM-ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. CPM-ന് മനസ്സിലാവാഞ്ഞിട്ടല്ല, നമുക്കൊക്കെ മനസ്സിലാവുന്ന പോലെ തന്നെ CPM-ന് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇപ്പം പുഴങ്കര പറഞ്ഞ വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് പറയുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അവിടെ ഭരണമില്ല, ഒരു കാലത്ത് ഇനിയിപ്പോൾ അവിടെ പ്രാദേശിക ഭരണം കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് പറയാം. ഇവിടെ വന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഇനിയിപ്പോൾ ഒരു അനന്തകാലത്ത് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അധികാരം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. വെസ്റ്റ് ബംഗാളിൽ പറയാം. വെസ്റ്റ് ബംഗാളിൽ അതിനൊരു വിദൂര സാധ്യത പോലും ഇല്ല ഇപ്പം ഒരു ഭരണം കിട്ടാനുള്ള. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം CPM-ന്റെ അണികളോ CPM-നോ ഇതിലൊരു കൺഫ്യൂഷനും ഇല്ല. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല CPM 20 സീറ്റിൽ ഏതെങ്കിലും, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ 5 സീറ്റ് 6 സീറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ നേതാക്കൾ പോലും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിട്ടില്ല എന്നുള്ളത് അറിയാം. പക്ഷെ പിന്നെ ഞങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇല്ല, എന്തായാലും കോൺഗ്രസ് ഇന്ത്യ മുന്നണി ജയിക്കുമോ എന്ന് കരുതട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെയല്ല പറയുന്നത്. അതിപ്പോ നമ്മൾ പറഞ്ഞാൽ റിഡിക്യുലീസാവും. അങ്ങനെ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ ഭരണം നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് കേരള CPM-ഉം ദേശീയ CPM-ഉം ഉണ്ട്. അത് നമ്മൾ ഒരു റിയാലിറ്റിയിൽ CPM-നെ പുറത്തിരുന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം. കേരള CPM അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഭരണം എന്നുള്ളത് സമ്മതിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPM, എനിക്ക് നേരത്തെ ഈ CAA പോലുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിച്ച നയപരമായ നിലപാടിനോടല്ല, അത് കേരളത്തിൽ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ അവസരവാദപരമായിട്ടാണ് എന്നുള്ളൊരു വിമർശനം നമ്മൾ ഉയർന്നു. യോഗത്തിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്ന ആ ചങ്ങായി വേദിയിൽ നിസ്കരിക്കുക, ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ കാണിക്കുന്നത് ഒരു അവസരം വന്നപ്പോ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് ഈ പാട്രണൈസേഷന്റെ, ഈ രക്ഷാകർത്ത് പരിപാടിയുടെ ഒരു സാധനം കൊണ്ടുവരുന്നു. ഒരു പൊളിറ്റിക്കൽ ഒപ്പോസിഷനായിട്ടോ ഒരു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസോ ആയിട്ട് മാറുന്നത് രണ്ടാ. CPM ഒരു തരത്തിൽ മനസ്സിലാക്കിയിരിക്കാം. ഇപ്പൊ ഈ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളുടെ മുഴുവൻ അത് കഴിഞ്ഞാൽ പത്രക്കാരും ചോദിക്കുന്നത് എന്താ, മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലേക്ക് വരുമെന്നാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഐക്യമുന്നണി ചേരുമെന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഇതല്ലല്ലോ അതിന്റെ പ്രശ്നം.
പ്രശ്നം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെയും അതിന്റെയും ഒക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു ഇടതുപക്ഷ നിലപാട് കൂടിയാണത്. ഇടതുപക്ഷത്തിന് മാത്രമല്ല പലസ്തീൻ ഐക്യദാർഢ്യ നിലപാട്, കോൺഗ്രസിനുണ്ട്, ഗാന്ധി മുതൽക്കും നെഹ്റു മുതൽക്കുള്ള നിലപാടാണ് അത്. ആ സത്യത്തിൽ കേരളത്തിൽ CPM കോൺഗ്രസുമായിട്ട് വേദി പങ്കിട്ടു എന്നിരിക്കട്ടെ ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ, അത് കേരളത്തിലെ BJP വിരുദ്ധ സമരത്തെയാണ് കൂടുതൽ സഹായിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങൾ നിലവിലുള്ള ഒരു ഇപ്പോൾ കളറാനോട് പറഞ്ഞതിനോട് എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്താണ് വെച്ചാൽ, കേരളത്തിൽ ഇപ്പോൾ CPM എന്താ ചെയ്യുക, ഇവിടെ ഭരണം നിലനിർത്തുകയല്ലേ എന്ന് വേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇത് ഇപ്പൊ ഹിറ്റ്ലർ വന്ന കാലത്ത് ഹിറ്റ്ലർക്കെതിരെയുള്ള ഭാഗത്ത് നിന്ന് ചിന്തിച്ചു പോയതാ. കാരണം എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങളുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വ്യക്തിപരമായിട്ട് കോൺഗ്രസും CPM ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഇന്ത്യ മുന്നണി അതെങ്ങനെ പ്രാവർത്തിയാക്കണം എന്ന് ആലോചിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആശയം. പക്ഷെ CPM അകപ്പെട്ടിരിക്കുന്ന പ്രശ്നം ഇങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന CPM-ഉം കോൺഗ്രസും ഇത് ഇതേ കേരളത്തിൽ നടപ്പിലാക്കുന്നുള്ള നമ്മളെടുത്ത് എന്ത് സൊല്യൂഷനാണ്? കേരളത്തിൽ നടപ്പാക്കേണ്ടതേ, കേരളത്തിൽ CPM-ഉം കോൺഗ്രസും കൂടി ഒരുമിച്ച് വരിക്കേണ്ട, അങ്ങനെയാണ് ചിലപ്പോൾ മറ്റ്. പക്ഷെ അപ്പോഴും നിങ്ങളെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കും രാഷ്ട്രീയ പ്രതിരോധങ്ങൾക്കും വളരെ പ്രസക്തിയുണ്ട്. എന്തിനാണ് പലസ്തീൻ ഐക്യദാർഢ്യം കേരള സംഘടിപ്പിച്ചത്? അതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. CPM കേരളത്തിൽ എന്താ ചെയ്തത്? UDF-നെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, അതറിയില്ലേ? ലീഗിനെ വിളിക്കാൻ. അപ്പൊ അത് എന്തൊരു ഒരു ചീപ്പ്നെസ് കമ്മിറ്റ്മെന്റ്. അപ്പൊ അതായത് നിങ്ങൾ ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആരും ചർച്ച ചെയ്തത്, നമ്മൾ അതൊന്നല്ല ചർച്ച ചെയ്തത്, നമ്മൾ ചർച്ച ലീഗ് പോവില്ല എന്നതാണ്. അപ്പൊ അത്രയും, അതായത് വളരെ വളരെ സങ്കുചിതമായിട്ടുള്ള മാത്രമല്ല പൗരത്വ നിയമം എന്നുള്ളത് ശരിക്കും പൗരാവകാശ പ്രശ്നമാണ്. അതിന് ഇസ്ലാമിലേക്ക് ചുരുക്കിയത് CPM ആണ് കേരളത്തില്. അപ്പൊ അതായത് പെറ്റിനെസ് ഉണ്ടല്ലോ, ഈ വലിയ ഡൂയിങ് റൈറ്റ് തിങ്സ് ഫോർ ദ റോങ് റീസൺസ് എന്ന് പറയാറുണ്ട് നമ്മൾ. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇപ്പൊ CAA എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ CAA വിരുദ്ധ സമരത്തിൽ പലസ്തീൻ അല്ലെങ്കിൽ മറ്റേ ഏക സിവിൽ കോഡ് ഇത് സംഘടിപ്പിക്കുകയും അതിൽ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുകയും UDF-നെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൈം അജണ്ട എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ പലസ്തീനല്ല, CAA അല്ല, മറിച്ച് കേരളത്തിലെ ഭരണം എങ്ങനെയെങ്കിലും തുടരുക എന്നുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ടയിലേക്ക് CPM ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അതെ, അത് ഇന്ത്യയിലെ മൊത്തത്തില് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പക്വത ഈ കാലയളവിൽ കാണിച്ചിട്ടുണ്ട്. അതായത് മോദി ഇട്ട് കൊടുത്ത ഇത്തരം വിഷയങ്ങളിലൊന്നും ചെന്ന് ഇടപെടാതിരിക്കാൻ. കേരളത്തിലും കോൺഗ്രസ് അറിഞ്ഞോ അറിയാതെയോ അത് ചെയ്തിട്ടുണ്ട്. CPM നിശ്ചയിച്ച ഇത്തരം അജണ്ടകളിൽ മറുപടി പറയാനോ ചെന്ന് കൊടുക്കാനോ പറയാതെ രാഷ്ട്രീയ മാറ്റാതിരിക്കാൻ. നേരത്തെ നിങ്ങൾ പറഞ്ഞ സ്ഥാനത്തിനോട് ഞാൻ ചോദിക്കുന്നത്, കാരണം ഈ എന്താ പറയുക, ഈ പറഞ്ഞ അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസിൻ്റെതായ ഒരു സംഭാവന കൊണ്ടല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ സംഭാവന കൊണ്ടല്ല ഇത്രയും വലിയ വോട്ട്. അതിൽ CPM-ന് വലിയ പങ്കുണ്ട്. കാരണം ആ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്തതും ഈ മോഡീസ് കെയർ ഉണ്ടാക്കിയിട്ട് ആർക്ക് വോട്ട് വേണം എന്നുള്ള ന്യൂനപക്ഷങ്ങൾ ഒരു ന്യായയുക്തമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അതിനെ മോഡീസ് കെയർ ഉണ്ടാക്കി എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മോഡിയെ എതിർക്കേണ്ട രാഷ്ട്രീയ കാരണങ്ങളൊന്നും പരസ്യമായിട്ട് പറയാനായിട്ട് ആത്മാർത്ഥമായിട്ട് CPM പറ്റില്ല. കേരളത്തിൽ നിന്ന് ഒരിക്കലും ഒരു ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു സാമ്പിള്, ഒരു മാതൃക എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരുടെ ഈ സൈബർ ഹാൻഡിലുകളോ CPM-ന്റെ തന്നെ പൊതു ഇതോ എടുത്തു നോക്കാം. എന്ത് തരത്തിലാണ് അവർ സംഘപരിവാറിനെ ആക്രമിക്കുന്നത്? എന്ത് തരത്തിൽ ആക്രമിക്കുന്നത്? ചാണസംഖി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ അങ്ങനെ ആക്കുക, തമാശ കളിയാക്കുക, അതൊക്കെ തങ്ങളുടെ തന്നെ നിസ്സാരതകളുടെയും PR പരിപാടികളുടെയും ഭാഗമാക്കി മാറ്റുക, അങ്ങനെ ബിംബങ്ങളാക്കുക, 4 സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം സംഘടിപ്പിക്കുക എന്നുള്ള മറ്റുള്ള വഷളത്വങ്ങളിലല്ലാതെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജിക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തുക എന്നുള്ള കാര്യത്തിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം എന്നല്ലാതെ അത് ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമായിട്ട് കേരളത്തിൽ പോലും കൊണ്ടുവരുന്നതിന് CPM-ന് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ജനം വേണ്ട രീതിയിൽ വോട്ട് ചെയ്യാത്തത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ രാഷ്ട്രീയം ജനങ്ങളോട് പറയുകയും അതിനെ അവർ വിശ്വാസത്തിൽ എടുത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറ്റി ചെയ്തേക്കാം. അത് നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റൊരു പാർട്ടി മാത്രമായി മാറുകയാണ്. വേറൊരു പാർട്ടി, വേറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു പാർട്ടി മാത്രമായിട്ട് മാറുകയാണ്. ഇതിൽ ഇപ്പൊ പിണറായി വിജയനെ നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായി നമുക്കിപ്പോൾ അയാളില്ലേ ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ. അയാളാണ് ആഭ്യന്തരമന്ത്രി,
അപ്പൊ നമ്മൾ ആരോടോ ചോദിക്കുക? ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. അയാൾ 9 ആളെ വെടിവെച്ചു കൊല്ലാനുള്ള ഇതിൽ നിൽക്കുന്നു. 10-30 ആള് ലോക്കപ്പിൽ കിടന്ന് മരിക്കുന്നു. ജയിൽ ഉദ്യോഗസ്ഥർ ടോർച്ചർ ചെയ്തിട്ട് പ്രതികൾ മറ്റേ ട്രയൽ കൺവിക്റ്റുകൾ ആയിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതിനൊന്നും ആരും മറുപടി പറയുന്നില്ല. പകരം പോലീസുകാരുടെ മനോവീര്യത്തെ കുറിച്ച് അയാൾ സംസാരിക്കുന്നു. നമ്മൾ അയാളോടാണ് ചോദിക്കുന്നത്, നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല CPM പ്രചരിപ്പിക്കുന്നത് മുഴുവൻ ഞങ്ങളുടെ ഏക നേതാവ് ഇങ്ങേരാണ് എന്നുള്ള രീതിയിലാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പാർട്ടിയുടെയും ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള പേരിൽ നമ്മളുടെ കയ്യിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും സാമൂഹ്യമായ പ്രതിബദ്ധതയുടെയും ഒക്കെ പലിശവാകുന്ന ഈ പാർട്ടിയുടെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഇയാളെ പ്രതിസ്ഥാനത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇയാളെ ഉത്തരവാദിയായിട്ട് കാണുന്നത് അയാളെയാണ് അവരും മുന്നോട്ട് തരുന്നത് എന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ മകള് CMRൽ നിന്നും കാശ് വേറെ രീതിയിലൊരു എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ്, ഒരു തട്ടിപ്പ് കരാറുണ്ടാക്കിയിട്ട് നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞ് GST അടച്ചിട്ട് കൈക്കൂലി കൊടുത്തു എന്ന് പറയാവുന്ന ഒരു സാധനമാണത്. അങ്ങനെ ഒരു സാധനം വരുമ്പോൾ CPMന്റെ കേന്ദ്ര സമിതി അംഗങ്ങളടക്കം ന്യായീകരണവുമായിട്ട് പുറത്തു വരികയും സത്യത്തിൽ അവർക്ക് ന്യായീകരിക്കാൻ അറിയാൻ പാടില്ലാത്തതാണ്. കാരണം എന്താ, അവരുടെ കമ്പനിയുടെ കണക്കൊക്കെ ബിർക്ക് എങ്ങനെ അറിയാം? CC മെമ്പർമാർക്കാണോ അവരുടെ കമ്പനിയുടെ കണക്ക് അറിയുന്നത്? അപ്പൊ ഇത് വരികയും ചെയ്യുമ്പോൾ ഈ സംവിധാനം മുഴുവൻ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമുക്കിപ്പോൾ ഇവരില്ലേ, നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനും അല്ല, പിണറായി വിജയൻ, VD സതീശനും. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ചർച്ചകളിൽ അവർ തന്നെ വരും, അവരുടെ തന്നെ പ്രശ്നങ്ങൾ വരും. മാത്രമല്ല അവര് ഈ വ്യക്തിപരമായിട്ടുള്ള ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല നമ്മുടെ അത് അവര് അങ്ങനെയാണ് ആദ്യം മുതൽ പറയേണ്ടത്. പാർട്ടി അതിൽ തള്ളിക്കളയുന്നതാണ്. ഇത് ഞങ്ങളുടെ രീതിയല്ല. പക്ഷെ പാർട്ടി നേതാക്കൾ തന്നെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കണം. സൂര്യ തേജസ്സാണ് നമ്മളിപ്പം 2 ചർച്ചകൾ. കാരണം ഞാൻ പറഞ്ഞ കേരളത്തിലെ ഇപ്പോഴത്തെ ലോക്സഭാ വിധി എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ചയായി വരികയും LDF തോൽക്കേണ്ട ഒരവസ്ഥയിലാണെങ്കിൽ തോൽക്കുകയും പിണറായി വിജയൻ മത്സരിക്കാൻ സാധ്യതയില്ലല്ലോ. ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇത് മോദിക്കെതിരെ കിട്ടിയ വോട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ മോദിക്കെതിരെയും മോദിയുടെ ശൈലിക്കെതിരെയും മോദിയുടെ വിഷം നിറഞ്ഞ പ്രചരണങ്ങൾക്കെതിരെയും മോദി അവസാന ഘട്ടങ്ങളിൽ ആഞ്ഞടിച്ച ഈ വെറുപ്പിന്റെ, ഈ മുസ്ലിം വെറുപ്പിന്റെയും ഒക്കെ സാധനങ്ങൾക്കെതിരെയും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഇതുണ്ടായി, ഒരു പ്രതിഷേധം ഉണ്ടായെന്ന് ഒരു കണക്ക് നമുക്ക് പറയാം. ഇപ്പൊ UP ഇപ്പൊ നേരത്തെ കണ്ടത് 19%, 20%, 25%, 19 ആണ് UP ഏതാണ്ട് മുസ്ലിം പോപ്പുലേഷൻ. വലിയൊരു പോപ്പുലേഷൻ അവിടെ നിഴലുകൾ പോലെ, പൗരന്മാർ പോലും അല്ലാത്ത രീതിയിൽ അവരെ അവഗണിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഈ നേരത്തെ കളറാം കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഈ ഹിന്ദുക്കളായിട്ട് മാത്രം ഐഡന്റിഫൈ ചെയ്ത മനുഷ്യർ, അങ്ങനെ മാത്രമല്ല ഞങ്ങൾ ജനാധിപത്യത്തിലെ പൗരന്മാർ കൂടിയാണെന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങൾക്കൊപ്പം വോട്ട് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ, മുസ്ലിങ്ങൾ വേറെയാണെന്ന് പറയുന്നത് അത് ആയിട്ട് കണക്കാക്കിയിരുന്ന മനുഷ്യർക്കൊപ്പം കൃത്യമായിട്ട് ഒന്ന് വോട്ട് ചെയ്തിട്ട് BJPയെ തോൽപ്പിച്ച ഒന്നാണ് അവിടെ ഉണ്ടായത്. അപ്പോ അത് മോദിയുടെ ഈ വിഷം നിറഞ്ഞ പ്രസ്താവനകൾക്ക് മോദി നേതൃത്വം കൊടുക്കുന്ന തരത്തിലുള്ള പൊളിറ്റിക്സിനെതിരെയുള്ള ഒരോട്ടാണ്. മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു അല്ലെ, 3 ചില ലക്ഷം ഭൂരിപക്ഷം ആയിട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അത് അയാൾക്കെതിരെയും കൂടിയിട്ടുള്ള, അയാളുടെ രീതികൾക്കെതിരെയും, കാരണം അയാൾ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനെതിരെയും കൂടിയിട്ടുള്ള വോട്ടാണ്. ഇതിനെ അയാളാണ് ഏറ്റവും ഭംഗിയായിട്ട് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞാണ് അവർ വോട്ട് വാങ്ങിയത് അല്ലേ. അതേപോലെ തന്നെ അത് കേരളത്തിലും ബാധക. ഇയാളാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഏറ്റവും ഭംഗിയായിട്ട് പ്രതിനിധീകരിക്കുന്നതെന്നാണ് CPM പറയുന്നത്. ഇയാളെയാണ് എല്ലാത്തിലും എടുത്തു കാണിക്കുന്നത്. അതൊരു CPMന്റെയോ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ രീതി ആവരുത് എന്നുള്ള വിമർശനങ്ങളാണല്ലോ ഉള്ളത്. ഇയാളാണ് ഏറ്റവും ഭംഗിയായിട്ട് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ജനം ചോദിക്കുന്നത്, ഇയാളാണ് നിങ്ങളെ പ്രതിനിധീകരിക്കുന്നെങ്കിൽ എന്തുമാത്രം വഷളന്മാരാണോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇയാളെ തന്നെ ചൂണ്ടിക്കാണിക്കും ആളുകൾക്ക്. എപ്പോഴും മറ്റേ നമ്മൾ കാർൾ മാർക്സിനെ വായിച്ചിട്ടല്ല സാധാരണ മനുഷ്യൻ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വായിക്കുന്ന മനുഷ്യന്മാരെ CPMകാർ കളിയാക്കുന്നത് ഉത്തമന്മാരെന്നാണ്. അപ്പോൾ ആയിക്കോട്ടെ, അപ്പോൾ ഉത്തമന്മാരുടെ വോട്ട് അവർക്ക് ചെയ്യുന്നില്ല, ഉത്തമന്മാർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പകരം പിണറായി വിജയനായിട്ടുള്ള ഗുസ്തി പിടിക്കുന്ന ആളുകളൊക്കെയാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇടികൊള്ളുന്നവർ, റോട്ടിൽ നിന്ന് പോലീസുകാർ ചീത്ത വിളിക്കുന്നവർ, ഇവരൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അവർ പിണറായി വിജയനൊക്കെ കാണുമെന്നേ. നമ്മൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മുഖം എങ്ങനെയാകണം എന്നുള്ളതിന് പിണറായി വിജയനെയാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ അതാവരുത് എന്ന് ജനത്തിന് പറയാം. ജനം അത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനം കൂടുതൽ ശക്തിയായിട്ട് പറയാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തുമായിരിക്കും. കാരണം ആൾട്ടർനേറ്റീവുകൾ വളരെ കുറവാണ്. ഇപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് പകരമായിട്ട്
ഇപ്പോൾ വ്യക്തികളുടെ പേര് പറയല്ല, ഏതായാലും സുധാകരൻ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പോൾ വോട്ട് ചെയ്യണ്ട തീരുമാനിക്കാമെന്നല്ലാതെ. പക്ഷെ ഇത് വളരെ പ്രശ്നമാണ്. സത്യത്തിൽ ഇവർ നേരിടുന്ന പ്രതിസന്ധി, ഇവർ വലിയ പ്രശ്നത്തിലാണ്. ആസ് എ പാർട്ടി ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല, അവരൊരു ഇടതുപക്ഷ പാർട്ടിയുമല്ല. അങ്ങനെയൊന്നുമില്ല. അവരുടെ താല്പര്യങ്ങളും അവരുടെ കയ്യാളുകളും അവരുടെ ഒപ്പം നിൽക്കുന്നവരും അവരുടെ പൂജാരികളും പുരോഹിതന്മാരും ഒന്നും ഈ ഇടതുപക്ഷമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത കക്ഷികളാണ് ഇവർ. പക്ഷെ അവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരുടെ ബിംബങ്ങൾ മുഴുവൻ പാലോറമാത മുതൽ ഉള്ള സാധനങ്ങളാണ്. അങ്ങനെയാണല്ലോ. നിങ്ങൾ സാഹിത്യമോഷണം നടത്തിയാലും പാലോറമാത, PhD തീസിസ് കട്ടെഴുതിയാലും പാലോറമാത എന്നുള്ള മട്ടിലാണ് നിങ്ങൾ ഇടുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത ബിംബങ്ങളും മൂല്യബോധങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വോട്ടൊക്കെ വാങ്ങുന്നു. നിങ്ങൾ അതിൽ നിന്ന് മേറെ മാറിപ്പോയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇതെങ്ങനെ പൊരുത്തപ്പെടുത്തും എന്നുള്ളൊരു പ്രതിസന്ധി ഇവർക്കുണ്ട്. അവിടെ ഗോവിന്ദ മാഷിന്റെ വർത്തമാനങ്ങൾ കൊണ്ടോ പിണറായി വിജയനെ കൊണ്ടോ ഒന്നും കാര്യമില്ലാത്തൊരവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾ വേറൊരു പാർട്ടിയായി മാത്രം മാറുകയാണ്. അവിടെ ജനം ചർച്ച ചെയ്യുന്നത് ഈ നിങ്ങളുടെ ദുരധികാര പ്രവണതകളും ഒക്കെയാണ്. ഞാൻ ഇതിനെ നീട്ടി പറയല്ല. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, മോദി എങ്ങനെയൊക്കെയാണോ കേന്ദ്രത്തിൽ മോദിയും സംഘപരിവാറും ജനാധിപത്യത്തിനെതിരെയുള്ള പ്രയോഗങ്ങൾ നടത്തിയത്, അതിൻ്റെ ചെറുപതിപ്പുകൾ ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് പിണറായി വിജയൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒന്ന്, സാമൂഹ്യ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നില്ലേ. അവരുടെ ഫാക്ട് ചെക്കിംഗ് കമ്മിറ്റി, ഗവൺമെന്റിന്റെ മാത്രം നോമിനീസിനെ വെച്ചിട്ടുള്ള ഫാക്ട് ചെക്കിംഗ് കമ്മിറ്റിയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് കൈകാര്യം ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ ശരിയല്ലാതെന്ന് തോന്നി സർക്കാരിന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനെ മാറ്റാമെന്നുള്ള നിയമമാണ് അവർ കൊണ്ടുവരുന്നത്. കേരളത്തിൽ കേരള പോലീസ് ആക്ടിലെ ഭേദഗതി വെച്ചിട്ട് ജനം മുഴുവൻ വലിയ തോതിലുള്ള എതിർപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് അധിക്ഷേപകരമായ പരാമർശങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഏത് തരം വാർത്തകളെയും നീക്കം ചെയ്യാവുന്ന ഒരു അധികാരവും അതിനെ അറസ്റ്റ് ചെയ്യാവുന്ന അധികാരം വരെ പോലീസിന് കൊടുത്തിട്ടാണ് പിണറായി വിജയൻ നിയമം ഉണ്ടാക്കിയത്. വലിയ എതിർപ്പ് വന്നിട്ടാണ് പറ്റുക. മാധ്യമങ്ങളെ, റോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ സർക്കാർ ഗൂഢാലോചന നടത്തിയെന്ന പേരിൽ കേസെടുക്കുക, ഇതാണ് അവരോട് നടത്തിയത്. ഇവിടെ UAP ഇപ്പോൾ പ്രശാന്ത് ഇവിടെ പറഞ്ഞ പോലെ UAP കേസുകളിൽ ജാമ്യം കൊടുക്കാതെ എത്രയോ തവണ ജാമ്യം കൊടുക്കാതെ ഇട്ട് ഇപ്പോൾ രൂപേഷിന് ജാമ്യം കിട്ടിയ ഒരു കേസിൽ അയാൾ സുപ്രീം കോടതി പോയി. സത്യത്തിൽ ആ വിധി എന്ന് പറയുന്നത് നിയമത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള വിധിയായിരുന്നു. അത് ജനാധിപത്യത്തിനും നിയമപരമായിട്ട് ഇത്തരം പ്രതിഷേധങ്ങൾക്കും ഒക്കെ അവകാശം നൽകുന്ന തരത്തിലുള്ള വിധിയായിട്ട് വേണമെങ്കിൽ കാണാം. അതിനെതിരെ സുപ്രീം കോടതി പോവാനാ സർക്കാർ തീരുമാനിച്ചത്. എല്ലാ തലത്തിലും അങ്ങനെയാണ്. എല്ലാ തരത്തിലും എങ്ങനെയാണോ അവിടെ ഒരു സമഗ്രാധിപത്യ ഫാഷിസ്റ്റ് ഭരണകൂടം പെരുമാറിയത്, അതിൻ്റെ ചെമ്പട്ടിട്ട് പുതപ്പിച്ചൊരു കോപ്പിയായിട്ട് മാറുകയാണ് ഇവിടെ ഇയാൾ ചെയ്യാൻ ശ്രമിച്ചത്. ആൾക്കാർക്ക് ഇത് മനസ്സിലാവരുതെന്ന്. പിന്നെ അപ്പോൾ ആളുകൾ അയാളുടെ പേര് പറഞ്ഞ് ചർച്ച ചെയ്യും. അത് ആളുകൾക്ക് രാഷ്ട്രീയ ബോധം ഇല്ലാത്തത് കൊണ്ടല്ല. നമുക്ക് ചർച്ച ചെയ്യുന്നതിന് ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സാധനം വേണ്ടേ? അത് താനാ, അത് നമ്മൾ വിളിക്കും. കേരളത്തിലെ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് കേന്ദ്രത്തിലേക്കുള്ള ഈ സീറ്റുകൾ കിട്ടിയത് എന്ന് നമ്മൾ ന്യൂനീകരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ സ്വാധീനിക്കില്ല എന്ന് വിശ്വസിക്കാൻ മാത്രമല്ല, അതെ പല കാര്യങ്ങൾ സ്വാധീനിക്കും. അതിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഏതാണ്, അതാണ് നമുക്കുള്ളത്. ഇപ്പം പല കാര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് പിണറായി വിജയന്റെ ഭരണരീതിയോടുള്ള പ്രതിഷേധം, അതാണ് ഏറ്റവും ഡോമിനന്റ് ആയി നിൽക്കുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ നവകേരള സദസ്സ് നടന്നു, വഴിയിൽ വിട്ട് തല്ലി, അതിനെ തള്ളി പറയാം മതി, അന്ന് തീരുന്നതാണത്. പക്ഷെ അതിനെ ന്യായീകരിച്ചു. ഇത് കണ്ട ആളുകളുണ്ടല്ലോ, ഈ കണ്ട എല്ലാ ആളുകൾക്ക് ഈ വിഷ്വല് കാണുകയാണ്. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാതെ, ഇത് പ്രത്യയശാസ്ത്ര പ്രശ്നമൊന്നുമില്ല, ആ ചെയ്തത് തെറ്റാണ്, ആവർത്തിക്കാൻ പാടില്ല എന്ന് പാർട്ടി അണികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു എന്ന് അങ്ങനെ പറയുന്നതിന് പകരം അത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും കേരളത്തിൽ ഈ അടി മുഴുവൻ നാട്ടുകാർ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന നാട്ടുകാർ ആർക്ക് വോട്ട് ചെയ്യും? നമ്മളിപ്പോൾ കേരളത്തിലെ ഇപ്പം ലെഫ്റ്റിന്റെ ഒരു പ്രശ്നം പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നത് അതിനെ തൃശ്ശൂരിലെ റിസൾട്ടുമായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയി ഒക്കെ ശരിയാണ്, വോട്ടിന്റെ കണക്കൊക്കെ എടുക്കാം. പക്ഷെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ അത് ലെഫ്റ്റിന്റെ ഒരു ഉത്തരവാദിത്വം, ലെഫ്റ്റ് കാരണമാണെന്ന് പോലും പറയാവുന്ന ഒരു സാഹചര്യം. സുനിൽകുമാറിനായിട്ട് ഇന്റർവ്യൂ നടത്തിയിരുന്നു ഈ ഇലക്ഷൻ കാലത്ത്. അപ്പൊ അദ്ദേഹത്തോട് ഈ വിരുദ്ധ വികാരം ഇതിനകത്ത് പ്രതിഫലിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം,
ജനങ്ങളുടെ അടുത്ത് ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും ആളുകൾ സംസാരിക്കുക പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. അല്ലാതെ ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്ക് NDA കൺഫ്യൂഷനൊന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളോട് ഇടതുപക്ഷ സർക്കാരിനോട്, പിണറായി വിജയൻ സർക്കാരിനോട് ജനങ്ങൾക്ക് പരിഭവമുണ്ട്. പുള്ളിക്ക് അപ്പോഴും ആ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് പുള്ളി പറഞ്ഞാണ് പരിഭവമുണ്ട്, അത് സത്യമാണ്. പക്ഷെ അത് പിന്നെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അതായത് ഈ റിയലൈസേഷൻ ഇവർക്കുണ്ട്, ഈ ഇടതുപക്ഷത്തിന്. കാരണം അവര് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ജനങ്ങളെ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ആ നവകേരള യാത്ര എന്ന് പറയുന്നത് എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്ന് നോക്കൂ. ഇവർ താരങ്ങളാവാനാണ് ശ്രമിക്കുന്നത്. ജനാധിപത്യത്തിൽ അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. ഇവരുണ്ടാക്കിയത് മുഴുവൻ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ഇവരുണ്ടാക്കുന്നത് എന്താ? പൗരപ്രമുഖരെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി പ്രജ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എതിർക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ല പറയേണ്ടതെന്നുള്ളത്. അയാളുടെ ഒരു രീതി വെച്ചിട്ട് അയാൾ അങ്ങനെയായിരിക്കും പറയുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഇവരോ നമ്പൂരിയെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഓങ്ങല്ലൂർ പ്രസംഗം തൊട്ട് കണക്കിൽ ഉണ്ട് എന്ന് പറയുന്ന ഇടതുപക്ഷമാണ് പൗരപ്രമുഖരെ എടുക്കുന്നത്. പൗരപ്രമുഖരുടെ ഒപ്പമാണ് മൂപ്പര് പ്രാതൽ കഴിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടനയ്ക്കെതിരെയാണ് ഇവർ നിന്നത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടനയ്ക്കെതിരെയാണ് CPM, കേരളത്തിലെ CPM ഗവൺമെൻറ് അതിൻ്റെ രൂപം, അതിൻ്റെ സ്വഭാവം പ്രദർശിപ്പിച്ചു. ഈ പറഞ്ഞൊരു വലിയ അണികൾ കേരളത്തിലെ ഒരു ജനാധിപത്യം എന്ന് നമ്മൾ എടുക്കുമ്പോൾ CPM അത് പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു ജനാവലിയുണ്ട്. അതിനകത്ത് അത്ര പ്രതീക്ഷ കിട്ടിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കും കിട്ടിട്ടില്ല. അപ്പൊ അതിൽ ഞാനും പ്രതീക്ഷ കിട്ടിട്ടില്ല. നമ്മളൊരു സമൂഹം എന്നുള്ള രീതിയിൽ ആത്മഹത്യ ചെയ്യാറായിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ ഈ ഹിന്ദുത്വത്തിനെ CPIM എതിർത്തില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും അത് വളരെ ശരിയാണ്. കാരണം ഈ എപ്പോഴും പരസ്പരം എതിരാളികളായിട്ട് കേരളത്തിൽ മത്സരിക്കുമ്പോഴും CPM ചെയ്യേണ്ടിയിരുന്നത് അതിൻ്റെ വിമർശനത്തിൻ്റെ കുന്തമന പൂർണ്ണമായും മോദിക്കും സംഘപരിവാറിനെതിരെ തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു. അതിന് പകരമാണ് ഈ തെറ്റായ ഒരു തന്ത്രം മൂലം രാഹുൽ ഗാന്ധിനെ വിമർശിക്കുന്ന ഒരു തിരുവനന്തപുരം മണ്ഡലത്തിൽ ഞാൻ ഇപ്പോൾ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ CPM-കാരനെ ഇടയ്ക്കൊക്കെ ഒന്ന് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളായ പന്ന്യൻ രവീന്ദ്രനാണ് മത്സരിച്ചത്. പാർട്ടി സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരാളല്ലേ. പന്ന്യൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പറഞ്ഞെന്താ, ഇവിടുത്തെ മത്സരം ഞാനും BJP-യും തമ്മിലാണ്, CPI-യും BJP-യും തമ്മില. അങ്ങനെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് എന്തുമാത്രം അപകടകരമായ ഒരു പ്രസ്താവനയാണ്. അത് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഒരാളല്ല പന്ന്യൻ രവീന്ദ്രൻ. അയാളത് പറഞ്ഞത് അയാളുടെ സ്വയം കൃതിയല്ല, അത് പറഞ്ഞൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഇടതുപക്ഷവും BJP-യും തമ്മിലാണ് എന്നാണോ പറയേണ്ടത്? ഇനി അങ്ങനെയാണെങ്കിൽ കൂടി അങ്ങനെയല്ല പറയേണ്ടത്. ഒന്ന്, വാസ്തവമായിട്ട് അതിനൊരു ബന്ധവുമില്ല. പന്ന്യൻ ചിത്രത്തിലില്ലാത്ത വിധത്തിലാണ് മത്സരിച്ച് റിസൾട്ട് വന്നത്. അത് വേറൊരു കാര്യം. അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെയല്ല പറയേണ്ടത്. ഇത് ഉമ്മൻചാണ്ടി മുമ്പ് ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി തനി അവസരവാദിയായിട്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അയാൾ അത് ചെയ്തു. അയാൾ കുട്ടനാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഞങ്ങൾ BJP തമ്മിലാണ് അയാൾ പറഞ്ഞു. ഞങ്ങളും BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു. അതായത് അവസരവാദപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് BJP ഞങ്ങൾ മത്സരം, അതായത് ഇനി കേരളത്തിൽ BJP-യെ പ്രധാന പ്രതിപക്ഷമായിട്ട് നേരിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങളും BJP-യും തമ്മിലായിക്കൊള്ളാം കളി എന്നൊക്കെ പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 10 പഞ്ചായത്തിനും 2 കോർപ്പറേഷനും കേരളത്തിലെ കുറച്ച് ഭരണത്തിനും അപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയം കാണാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കണ്ണൂർ ആയിട്ട് മാറിയോ എന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ അതിനോട് നമ്മളെ ഇപ്പോൾ കമൽറാം നേരത്തെ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിലാണോ എന്നുള്ളത്, ഈ പ്രശ്നങ്ങളെ പിണറായി വിജയനിലേക്ക് ഒതുക്കുകയാണോ എന്നൊക്കെ അത് ചിലപ്പോൾ വൈകാരികമായിട്ടായിരിക്കാം ആളുകൾ പ്രതികരിക്കുന്നത്. അതിൽ തെറ്റില്ല. ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സജീവമായിട്ടുള്ള, ഏറ്റവും സമരോത്സുകമായിട്ടുള്ള ഭൂതകാലമുള്ള ഒരു പ്രദേശത്ത് ആളുകൾ ഇത്തരത്തിൽ ഒരു ദല്ലാൽ സംഘത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുകയും തകർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ആളുകൾ അല്പം വൈകാരികമായിട്ടൊക്കെ സംസാരിക്കും. ഇതിന്റെ കൂടെ ചേർത്ത് നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലം BJP-ക്ക് കിട്ടുന്നത് എന്ന് മാത്രമല്ല അത് വലിയ ഭൂരിപക്ഷത്തിലാണ് കിട്ടിയത്. ടോട്ടൽ വോട്ട് ഷെയർ നോക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനെക്കാട്ടിലും 4% വോട്ട് ഷെയർ മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്, വലിയ ഭൂരിപക്ഷം. അത് കേരളത്തിലെ ഭാവിയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ, ഒരു പോളിറ്റിയിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? BJP ഒരു സീറ്റ് നേടിയത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണുമ്പോൾ
BJPക്ക് സീറ്റ് നേടാനുള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിലുണ്ട്. ഇപ്പോഴും ടെക്നിക്കലി അത് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് സുരേഷ് ഗോപി തോറ്റിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപി തോക്കുകയാണെങ്കിൽ കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധത നിൽക്കുന്നു, അങ്ങനെ അല്ല. അപ്പം ഇതൊരു സാങ്കേതികമായി ജയിച്ചു. അത് സുരേഷ് ഗോപിക്ക് പല വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനം ആറ്റിങ്ങലിലുണ്ട്, ആലപ്പുഴ, പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അത് നിയമസഭാ മണ്ഡലങ്ങൾ LDF എങ്ങനെ ഒല്ലൂര്, ചാലക്കുടി, അത് ഒരു സീറ്റ് അത് പുറമേ കാണുന്ന ഒരു ഇതല്ലാതെ ഇതിന്റെ പിന്നിൽ എന്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ CPM ആണ് നേരിടേണ്ടത്, ഈ സംഘപരിവാറിനെ ആയിരുന്നു നേരിടേണ്ടത്. അത് തീർച്ചയായിട്ടും അതിനെ നേരിടാനുള്ള കോൺസെപ്ച്വൽ ടൂൾസ് അത് CPMന്റെ കയ്യിലാണുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണുള്ളത്. അല്ല, അവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കൃത്യമായ അജണ്ടയോടുകൂടി BJP മുന്നോട്ട് പോകുന്നുണ്ട്. BJP മുന്നോട്ട് പോകുന്നതിൽ യാതൊരു സംശയമില്ല. എല്ലാ മണ്ഡലത്തിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല വോട്ട് മറിച്ച് വെക്കുന്നില്ല. ഇപ്രാവശ്യം അവരുടെ ശക്തി തെളിയിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഓരോ പ്രാവശ്യവും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിനെ എതിരിടാനുള്ള എല്ലാ ഉത്തരവാദിത്വവും CPMലാണ് നമ്മൾ പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ അത് ആ ഒരു ഇടതുപക്ഷ ബോധം കോൺഗ്രസും കൂടി ഉൾപ്പെട്ട, അല്ലെങ്കിൽ പിന്നെ ഈ UDF എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സങ്കല്പത്തിലും കൂടി ഉൾപ്പെട്ട എല്ലാവരും ചേർന്നിട്ടാണ് അതിനൊരു മാത്രമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതിനെ കോൺസെപ്റ്റിൽ എന്താണ് ഫാഷിസം എന്ന് കൃത്യമായി നിർണയിച്ചതും അതിന്റെ പ്രായോഗിക രൂപങ്ങളെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഇടതുപക്ഷ ചിന്തകരാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാം എന്താണ് ഫാസിസം. പക്ഷെ പരാജയപ്പെട്ടത് അതിനെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നേരിടണം എന്ന് വരുമ്പോൾ മറ്റ് അജണ്ടകൾ വരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ അധികാരം തുടരണം എന്ന ഒരു അജണ്ട ഇതിനിടയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫാസിസത്തിനെ കുറിച്ച് ഏറ്റവും മനോഹരമായി പ്രസംഗിക്കാൻ പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ആൾക്കാരാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ അതിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തണം. ഫാസിസത്തിന്റെ പ്രതിരൂപങ്ങളായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫാസിസത്തിനെതിരെ തിയറി ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, അത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഈ 92 ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് 80കളുടെ രണ്ടാം പകുതിയിൽ ഈ രഥയാത്രകൾ, ചെറിയ ചെറിയ രഥയാത്രകൾ എല്ലാ സംസ്ഥാനത്തും നടത്തിയിരുന്നല്ലോ. അപ്പോൾ കേരളത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ അങ്ങനെ ഒരു രഥയാത്ര എന്ന് പറഞ്ഞ സംഭവം കേരള ജനത കണ്ടിട്ടില്ല. ഉത്തരേന്ത്യയിലൊക്കെ സംഭവിച്ചിരിക്കാം, പക്ഷേ കേരളത്തിലില്ല. അതൊക്കെ കടന്നു വന്ന അവസരത്തിൽ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ അത് ഇടതുപക്ഷ ചിന്തകരും ഇടതുപക്ഷ പാർട്ടികളാണ് അതിൻ്റെ പിന്നിലുള്ള അപകടത്തെ പറ്റി കൃത്യമായി പറഞ്ഞത്. ആ സമയത്താണ് KEN ഒക്കെ പുസ്തകങ്ങളൊക്കെ ആ സമയത്ത് എഴുതുന്നത്. ഹരിഹരനും കൂടി ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ പരിണാമം എന്നുള്ള പുസ്തകമുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വരുന്നു, അതിനെതിരായിട്ട് പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ അപകടം കൂടുതൽ അക്കാലത്തൊന്നും UDF കോൺഗ്രസ്സോ ഈ ഒരു അപകടത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇടതുപക്ഷമായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്നത്. പക്ഷേ ആ ഒരു സംഗതിയാണ് ഇപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേരള ഭരണം നിലനിർത്തുക എന്നുള്ള വളരെ ചെറിയ ഒരു അജണ്ടയിലേക്ക് ചുരുങ്ങിപ്പോയിട്ട് അതിനെ വികസിപ്പിക്കാൻ കഴിയാതെ വന്നത്. ശരിക്കും അന്ന് തുടങ്ങി വെച്ച ആ ഒരു പ്രവർത്തനം കൂടുതൽ സമകാലികമാക്കുകയും വികസിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് ഈ ഒരു സംഘയുത്വം കൊണ്ട് നിന്നുപോയി എന്നുള്ളതാണ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലും കൂടി അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തൃശ്ശൂർ തന്നെ ഞാൻ ചെറിയൊരു ഇത് വേണമെങ്കിൽ ഞാനൊരു മാതൃകയാക്കി എടുത്ത് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഹിന്ദുത്വ ഫാഷിസത്തിന് പല രീതിയിലാണല്ലോ ഒരു ഇതിലേക്ക് കടന്നു വരുന്നത്, പല മാർഗ്ഗങ്ങളാണല്ലോ ഉപയോഗിക്കുക. രാമായണ മാസം തൊട്ട് എന്ത് രീതിയിലും അതിങ്ങനെ വരും. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിലായിട്ട് ആ സാധനം വരും. CPM ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ ടൂൾസാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഇതൊക്കെ അവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ. തോറ്റാലെങ്കിലും ആലോചിക്കണ്ടേ ചില കാര്യങ്ങൾ. അപ്പോൾ നമുക്കും ഇത് പുറത്തു നിന്നിട്ടും വിമർശന ബുദ്ധിയ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം മണ്ടത്തരങ്ങളല്ല, എന്തുമാത്രം അവസരവാദപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങളാണ് അവർ നടത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയെ പാർട്ടി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുക, യോഗ മതേതരമാക്കുക, എന്നിട്ട് RSSന്റെ ഒരു ദല്ലാളായ ഒരു ശ്രീ M ഒരു കക്ഷിയെ പിടിച്ചുകൊണ്ട് അഭ്യാസങ്ങൾ നടത്തുക, അയാൾക്ക് 4 ഏക്കർ ഭൂമി എഴുതി കൊടുക്കുക. മൂപ്പര് അവർക്ക് വലിയ ഇഷ്ടമായി, സർക്കാരിൻ്റെ ഭൂമി എഴുതി കൊടുത്തു. ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്യുക. ഇങ്ങനെ
അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം കടന്നു വരുന്ന വഴികളെ പ്രതിരോധിക്കുന്നതിന് ജനങ്ങളുടെ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതിന് പകരം അവരുടെ ടർഫ് കയറിയിട്ട് അതേ കളി കളിച്ചുകൊണ്ട് അതിൽ നമുക്കും കൂടി അതിൻ്റെ പങ്കുപറ്റാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ വിഡ്ഢിത്തമോ രാഷ്ട്രീയ അവസരവാദമോ ആണ് CPM പ്രയോഗിക്കാൻ ശ്രമിച്ചത്. അവരതിൽ പരാജയപ്പെട്ടു, നന്നായി പരാജയപ്പെട്ടത്. അതിന് കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചറിഞ്ഞ പോലെ കോൺഗ്രസ് മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി വേഷം കിട്ടിച്ച് കുറിയൊക്കെ കിട്ടിക്കൊണ്ടുപോയിട്ട് 25 പ്രാവശ്യം രാഹുൽ ഗാന്ധി ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അമ്പലങ്ങളിൽ പോയേ ഒറ്റ സീറ്റ് നേരാവണ്ണം കിട്ടിയില്ല. ഇപ്രാവശ്യം അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്തില്ല. ആളുകൾ അതുകൊണ്ട് തൊഴിലില്ലായ്മയുടെ പേരിലും മറ്റ് ദൈനംദിന രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിലുമുള്ള വോട്ട് ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. ഈ 234 സീറ്റും കിട്ടുന്നത് അത്തരം വിഷയങ്ങളുടെ പേരിൽ കൂടിയാണല്ലോ. CPM ഒരു കാര്യം കൂടി ചെയ്തു. അതാ ഞാൻ തൃശ്ശൂരിലത്തെ ഒരു കാര്യം പറയാം. തൃശ്ശൂരിൽ പൂരം കൊടിയേറുന്നു. പൂരം കൊടിയേറിയ തൃശ്ശൂരിലത്തെ 2 CPI മന്ത്രിമാർ പൂരത്തിൻ്റെ കൊടിമരത്തിന് പേര് ഇവരെ കയറുമോ എന്നുള്ള അത്രയും ആവശ്യത്തിൽ ഇവരൊക്കെ വന്ന് നിൽക്കുക. സത്യത്തിൽ തൃശ്ശൂർ പൂരം അതിൻ്റെ മറ്റെല്ലാ ഫ്യൂഡൽ സവർണ പ്രശ്നങ്ങളും മാറ്റി നിർത്തിയാൽ ആളുകൾ വന്ന് ആഘോഷിച്ചു പോകുന്നൊരു സംഭവമായിട്ട് അതുകൊണ്ട് പോയിരുന്നൊരു സാധനമാണ്. ഇതിനെ മേളത്തിൻ്റെ എണ്ണം പറയുക, ഇതിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി കുത്തിമറിഞ്ഞ് നിന്ന് ഇതിൻ്റെ പരമാവധി മതാത്മകമായ അതിലാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടി വോട്ട് തങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അത് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റും അവർക്കാ, BJP-ക്കാർക്കാ, സംഘപരിവാറിനാ. അതുകൊണ്ട് അവർ രാംലല്ലയുടെ കൊടി പൊക്കി, മറ്റേ കുടമാറ്റത്തിൽ അത് പൊക്കി. അതുപോലെ തന്നെ അമ്പൈ എന്ന രാമനെ കൊണ്ടുവന്നു. സുനിൽകുമാറിന് പറയാൻ പറ്റുമോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞോ അത് തെറ്റായിരുന്നെന്ന്? ഇല്ല. ഒരു ദിവസത്തെയും വെറുപ്പിക്കാൻ അവർക്ക് പറ്റില്ല. അതായത് BJP-യുടെയും സംഘപരിവാറിൻ്റെയും അവരെങ്ങനെയാണോ കേരളത്തിൻ്റെ സാമൂഹ്യ ശരീരത്തിലേക്ക് കയറി ഇറങ്ങിയത് അതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം, പറയുമ്പോൾ ഇത് ജാർഗനാണ്, ഇവർ പിന്നെയും ഇതന്നെയാണ് പറയണത് തോന്നും, അത് നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. പകരം ഈ പറഞ്ഞ മാതിരി സുനിൽകുമാർ തോറ്റപ്പോൾ ആരോ ഇട്ടൊരു വിഷാദ പോസ്റ്റ് ഞാൻ കണ്ടു. ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഈ നമ്പറിൽ വിളിച്ചാൽ ഓടി വരുമായിരുന്നൊരു മനുഷ്യനെയാണല്ലോ പാപികളെ നിങ്ങൾ തോൽപ്പിച്ചത് എന്നോ മറ്റാണ് അയലിട്ടത്. അങ്ങനെ അതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം ഉണ്ടായിരുന്നത്. കറണ്ട് പോയാൽ വിളിച്ചാൽ ഓടി വരേണ്ട MP അല്ല നമ്മൾ ജയിപ്പിക്കാൻ ഇടതുപക്ഷം ആവശ്യപ്പെട്ടത്. ഇടതുപക്ഷം ആവശ്യപ്പെടേണ്ടിയിരുന്നത് ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാർലമെൻറ്റിൽ പോകുന്നതിന് അവിടെ പോയി വർത്തമാനം പറയാൻ മാത്രമല്ല ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുകയും വോട്ട് വാങ്ങുകയും ചെയ്യുന്ന മനുഷ്യനെയാണ്. ഇവർ വോട്ട് ചോദിച്ചുകൊണ്ട് ടീച്ചറമ്മയ്ക്ക്, കരീമയ്ക്ക്, രാധേട്ടന് ഒക്കെയാണ് വോട്ട് ചോദിച്ചത്. സാമാന്യ മാന്യനായതുകൊണ്ട് രാധാകൃഷ്ണൻ ജയിച്ചു എന്നതിലുപരി ഈ രാഷ്ട്രീയത്തെ എൻ്റെ മണ്ഡലാലത്തൂർ അപ്പോൾ ഈ രാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. 20,000 ആളുകൾ കൂടി BJP-ക്ക് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ആറ്റിങ്ങലിൽ മുരളീധരൻ ജയിക്കുമായിരുന്നു. കേവലം 20,000 ആളുകൾ. അതുകൊണ്ട് തൃശ്ശൂർക്കാരെ ചീത്ത ആറ്റിങ്ങലെന്ന് പറഞ്ഞാല് 1% വ്യത്യാസമേ ഉള്ളൂ. പിന്നെ മുരളീധരന്റെ വോട്ടിന് രണ്ടാളുമായിട്ടും, അതായത് സെക്കൻഡ് പൊസിഷനിലുള്ള ആളുമായിട്ടും ഫസ്റ്റ് പൊസിഷനിലുള്ള അഡ്വകാശം രണ്ടാളായിട്ടും 1% എന്ന് പറഞ്ഞാൽ 16,000 വോട്ട് മതി വ്യത്യാസമുള്ളൂ. 16,000 വോട്ടാ ശോഭാ എടുത്ത് നോക്കിയാൽ മതി. 25% ആദ്യത്തെ 10 മണ്ഡലങ്ങളിൽ 20% വോട്ടുണ്ട് BJP-ക്ക് ആവറേജ്. ഏറ്റവും കൂടുതൽ കിട്ടിയ 10 മണ്ഡലങ്ങളിൽ, അതായത് തൃശ്ശൂർ മുതൽ കൊല്ലം വരെയുള്ള മണ്ഡലങ്ങൾ. അതായത് കേരളത്തിന്റെ പകുതി ഭാഗത്തും 4/1 ആളുകൾ BJP-ക്ക് വോട്ട് ചെയ്തു. അത് തന്നെ കേരളത്തിന്റെ പോപ്പുലേഷനിലുള്ള ഹിന്ദുക്കൾ എത്രയാണ്? അപ്പൊ ആ ഹിന്ദുക്കളുടെ എത്ര ശതമാനമാണ് BJP-ക്ക് വോട്ട് ചെയ്തത് എന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ സവർണ ഹിന്ദുക്കളുടെ വോട്ട് എത്രത്തോളം കിട്ടി എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അപകടം നിസ്സാരമല്ല. BJP വേണമെങ്കിൽ ദേശീയ തലത്തിൽ 2 തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് വോട്ട് ചെയ്തിട്ട് 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് 3 ലക്ഷം ആളുകൾ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചൊരു തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ സുരേഷ് ഗോപിക്കും ശോഭാ സുരേന്ദ്രനും മുരളീധരനൊക്കെ ജയിക്കാവുന്നതിൻ്റെ അടുത്ത് നിൽക്കുന്ന തരത്തിലും ഒരാളെ ജയിപ്പിച്ച തരത്തിലും വോട്ട് കിട്ടിയത്. എന്നിട്ടും ഗോവിന്ദ മാഷ് പറയുന്നത് 1.5%, 1.6% വോട്ടൊക്കെ കുറഞ്ഞിട്ടുള്ളൂ, ഇവിടെ എല്ലാം ഭദ്രമാണ് എന്നുള്ളതാണ്. ഇതെന്ത് ഇടതുപക്ഷം എന്ന് ചോദിക്കാൻ നമുക്ക് എല്ലാ അവകാശവും ഉണ്ട്.